പ്രസംഗ പരിശീലന രംഗത്ത് കേരളത്തിലെ തന്നെ തുല്യതയില്ലാത്ത ഒരു സ്ഥാപനമായി മാറിയ ബ്രൈറ്റ് അക്കാദമിയുടെ ഇനിയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയും നാഥനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം പ്രസംഗകൻ ആകുക എന്നുള്ളതാണ്. ആ പ്രസംഗകനാകുക എന്ന ആഗ്രഹമാണ് നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പക്ഷേ ആഗ്രഹം മാത്രമല്ല, ഈ ആഗ്രഹത്തെ ഒരു ലക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. പല കാര്യങ്ങളിലും നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹവും ലക്ഷ്യവും രണ്ടും രണ്ടാണ്. ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹങ്ങൾ ഒരുപാട് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ ലക്ഷ്യം വേറെയാണ്. ലക്ഷ്യം എന്നുള്ളത് നാം മുന്നിൽ കാണുന്ന ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള നിരന്തരമായ പരിശീലനം അല്ലെങ്കിൽ നിരന്തരമായ പ്രവർത്തനം മുമ്പിലുണ്ടെങ്കിലാണ് അത് ലക്ഷ്യമായി മാറും. ഒരാൾക്കൊരു പ്രഭാഷകനാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, കടലാഴമുള്ള ഒരാഗ്രഹം, ചോർന്നു പോകാത്ത ആഗ്രഹം. ഇവിടെ എപ്പോഴും ഫൈസൽ സാർ പറഞ്ഞതുപോലെ ചോർന്നു പോകാത്ത ഒരാഗ്രഹമാണ് നമുക്ക് ആവശ്യം. ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിടയ്ക്ക് വെച്ച് ചോർന്നു പോകുകയും ചെയ്യുമ്പോൾ, ആരെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്ക് വലിയൊരു ആഗ്രഹം കയറും, പിന്നീട് അത് അസ്തമിച്ചു പോകും. ആ നിലയിലല്ല, അസ്തമിക്കാത്ത കടലാഴമുള്ള വലിയ ഒരു ആഗ്രഹം നമുക്കുണ്ടാകുക, നിരന്തരമായ പരിശ്രമം ഉണ്ടാകുക. അതുപോലെ എൻ്റെ പ്രസംഗ പരിശീലന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ, ഇവിടെ പ്രസംഗകനാകാൻ ആഗ്രഹിച്ച് കടന്നു വന്ന നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രസംഗകനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും അവരുടെ കൈകളിൽ വേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഡയറി നിങ്ങളെല്ലാം കയ്യിൽ കരുതുക. അതുപോലെ ഒരു പേന എപ്പോഴും പോക്കറ്റിൽ ഉണ്ടാവുക. മറ്റൊന്നൊരു ഫയൽ സൂക്ഷിക്കുക. കാരണം ഏതൊരു കാര്യവും നാം വെറുതെ പറയുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായൊരു സംസാരമാണ്. ഇപ്പോൾ കോഴിക്കോടും മലപ്പുറവും തമ്മിലൊരു ഡിബറ്റ് ഇവിടെ നടന്നു. ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ ഏറെ ചർച്ചയായ ഒന്നാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ. ഒരാൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് നമ്മൾ വായിക്കുക, നിർബന്ധമായും വായിക്കുക. ആ എഡിറ്റോറിയൽ പേജും ഓരോ സമയത്ത് നടക്കുന്ന വിവാദങ്ങളും അതിന് നമ്മുടെ അഭിപ്രായങ്ങളും മറ്റു പലരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ വെട്ടിയെടുത്ത് സൂക്ഷിച്ച് അതിനൊരു ഇൻഡെക്സും തയ്യാറാക്കി വെച്ചാൽ ആവശ്യമായ കാലത്ത് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 വർഷമായി ഈ രംഗത്ത് സേവനം ചെയ്യുന്നുവെങ്കിൽ ആദ്യത്തെ 5 വർഷമാണ് പ്രസംഗകലയിൽ ഞാൻ അധ്വാനിച്ചിട്ടുള്ളത്. ഇന്ന് 5 വർഷം ഞാൻ ഇരുന്ന് നിരന്തരം ഞാൻ പ്രസംഗിച്ച ജുമാ പ്രസംഗങ്ങളെല്ലാം ലിഖിത രൂപത്തിലാക്കി ഓരോന്നും ഓരോ ഫയലാക്കി കൃത്യമായി ഇൻഡെക്സ് തയ്യാറാക്കി കൃത്യമായി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് പ്രസംഗ രംഗത്ത് വെള്ളിയാഴ്ച രാവിലെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അവതരിപ്പിക്കാനുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവതരിപ്പിക്കാനുള്ള ആ സമയത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാവരും എല്ലാ പ്രഭാഷകന്മാർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ നമുക്ക് കൃത്യമായി ആ ഒരു ഫയല് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഏതൊരു സമയം ഏത് സദസ്സിൽ, ഇപ്പോൾ ഫൈസൽ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ ഗസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറോ ഏത് വിഷയമാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ ഏത് വിഷയമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം എല്ലാ വിഷയത്തിലും ഞാൻ പ്രഗത്ഭനായതുകൊണ്ടല്ല, ഏത് വിഷയമാണെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന ഒരു റൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിൽ, ഇപ്പോൾ കയ്യിലെപ്പോഴും ബുക്കും പേപ്പറും പേനയും കരുതാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ പ്ലേ സ്റ്റോറിൽ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും നമ്മുടെ യാത്രയിൽ കിട്ടുന്നതും നമ്മുടെ എവിടെയെങ്കിലും കേൾക്കുന്ന കഥയൊന്ന് കുറിച്ച് വെച്ചാൽ, വീട്ടിൽ പോകുമ്പോൾ വൈകിട്ട് ആ ഡയറിയൊക്കെ എടുത്ത് കുറിച്ച് വെച്ചാൽ സംഭവം മറന്നു പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു പേന, ഒരു നോട്ട്ബുക്ക്, ഒരു ഡയറി, അതേപോലെ തന്നെ ഒരു ഫയല്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ പ്രഭാഷകനായി മാറാൻ നമുക്ക് സാധിക്കും. ഒരു പ്രസംഗത്തിലെ ടിപ്സ് എന്ന നിലയിൽ, പഠിക്കാവുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞതാണ്. ഇത് ഇല്ലാതെ നമ്മൾ എല്ലാം കേട്ടത് എവിടെ നോക്കുക, കേട്ടതൊക്കെ വിളിച്ചു വാരി പറയുക, അതൊക്കെ വെറുതെ കാട് കയറി സംസാരിക്കാവുന്ന ഒരാളുകൾക്ക് വിരസത ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് കൃത്യമായി അച്ചടക്കത്തോടു കൂടി പ്രസംഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഡയറിയും ഒക്കെ ആയി കുറിച്ചു വെച്ച് നിരന്തരമായി നമ്മൾ പരിശീലിക്കുക. നാദം തുണക്കട്ടെ. നിങ്ങളുടെയൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദൈവം തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാം.